ഹായ്, ഇനി നമ്മുടെ വർക്ക് വരുന്ന ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സാരി പ്രീപ്ലീറ്റൊക്കെ ചെയ്ത് രാവിലെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ബ്രൈഡ് നോർത്ത് ഇന്ത്യൻ ആണ്. ആള് ജാർഖണ്ഡ് സ്വദേശിയാണ്. പേര് സ്നേസി. ഇത്രയും ഡൗൺ ടു എർത്തായ വേറൊരു ബ്രൈഡ് എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഗ്രൂം വന്നിട്ട് മലയാളി തന്നെയായിരുന്നു. നമ്മുടെ ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അവിടുത്തെ റൂമിൽ തന്നെയായിരുന്നു നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തത്. ആളിന് നല്ലൊരു മലയാളിത്വമുള്ള ഒരു ബ്രൈഡ് ആകണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിന് പുള്ളിക്കാരത്തി നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ ബ്ലൗസ് ഡിസൈൻ്റെ കാര്യത്തിലായാലും, പിന്നെ പൂ വെക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലായാലും പുള്ളിക്കാരത്തി അതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം വളരെ നാച്ചുറലായിരിക്കണം, ഒരു ഡ്യൂവി ഫിനിഷ് വേണം, ഐസ് ഹൈലൈറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെയായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഒരു കൺസേൺ. സാരിയൊക്കെ നല്ല ഫ്ലഫി പ്ലീറ്റ്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ നോർത്ത് ഇന്ത്യൻ കുട്ടികളെയൊക്കെ ഗസ്റ്റ് ലുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാനൊരു നോർത്ത് ഇന്ത്യൻ കുട്ടിയെ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്കിൽ ചെയ്തത്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്ത ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ബ്രൈഡിൻ്റെ അന്നത്തെ സന്തോഷവും കോൺഫിഡൻറ്റും എല്ലാം അവളുടെ അന്നത്തെ ലുക്കിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അതിൽ നല്ലൊരു പാർട്ടുണ്ട്. അതുപോലെ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും ഒക്കെ സെറ്റായി വന്നാൽ ആ ലുക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ.